ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോപ്പർ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇന്നത്തെ വീഡിയോയിൽ കൊച്ചു കുട്ടികൾക്ക് മുതൽ മാതാപിതാക്കൾക്ക് വരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് തന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ പ്രൊണൗൺസിയേഷനാണ്. അതിനായിട്ട് ആദ്യത്തെ ലെറ്റർ നോക്കാം. എ എന്ന ലെറ്റർ വെച്ച് തുടങ്ങുന്ന 3 വാക്കുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ, ആൻഡ്, എയ്റോപ്ലെയിൻ. അതിന് താഴെ ഞാൻ 3 മലയാള അക്ഷരങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ, എ. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ വാക്ക് ആപ്പിൾ. ആപ്പിൾ എന്നതിൻ്റെ ആദ്യത്തെ ശബ്ദം ആ എന്നാണ്. എയുടെ സൗണ്ട് അവിടെ വന്നിരിക്കുന്നത് ആ എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എ എന്ന അക്ഷരത്തിന് ആ എന്ന പ്രൊണൗൺസിയേഷൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ വാക്ക് ആൻഡ്. ആൻഡിനവിടെ എക്ക് ആ എന്നൊരു ശബ്ദമാണ് വരുന്നത്. അപ്പം മനസ്സിലാക്കാം, എ എന്ന അക്ഷരത്തിന് 2 ശബ്ദങ്ങളുണ്ട്, ആയും ആ എന്ന ശബ്ദവും. മൂന്നാമത്തെ വാക്ക് എയ്റോപ്ലെയിൻ. അവിടെ എയുടെ ശബ്ദം എ എന്ന മലയാള അക്ഷരത്തിൻ്റെ ശബ്ദമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എ എന്ന അക്ഷരത്തിന് 3 ശബ്ദമുണ്ട്, ആ, എ. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ബി വെച്ച് തുടങ്ങുന്ന 3 വാക്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാറ്റ്, ബോൾ, ബ്ലൂ. അപ്പോൾ ബാറ്റിന് ബിയുടെ ശബ്ദം ബ എന്നൊരു സൗണ്ടാണ്. ബോളിനും ബിയുടെ ശബ്ദം ബ എന്ന് തന്നെയാണ്. ബ്ലൂ എന്ന വാക്കിൻ്റെ ബിയുടെ സൗണ്ട് ബ എന്ന് തന്നെയാണ്. അപ്പം ബി എന്ന അക്ഷരത്തിന് ഒരു സൗണ്ടേ ഉള്ളൂ, ബ. ബാക്കി അതിൻ്റെ പ്രൊണൗൺസിയേഷൻ മാറുന്നത് മറ്റ് അക്ഷരങ്ങൾ കൂടെ വരുമ്പോഴാണ്. ഇനി അടുത്ത അക്ഷരം നോക്കാം. സി വെച്ച് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ക്യാറ്റ്, ക്രിസ്റ്റൽ, സെർട്ടൈൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം. ക്യാറ്റിൻ്റെ സിയുടെ ശബ്ദം വന്നിരിക്കുന്നത് ക എന്നാണ്. രണ്ടാമത്തെ വാക്ക് ക്രിസ്റ്റൽ. ക്രിസ്റ്റലിനും സിയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ക എന്നാണ്. മൂന്നാമത്തെ വാക്ക് സെർട്ടൈൻ്റെ സിയുടെ ശബ്ദം വന്നിരിക്കുന്നത് സ എന്നാണ്. അപ്പോൾ സി എന്ന അക്ഷരത്തിന് 2 സൗണ്ടാണുള്ളത്, ക എന്നും സ എന്നും. ഇനി അടുത്ത അക്ഷരം നോക്കാം. ഡി വെച്ച് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഡോഗ്, ഡോൾ, ഡാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം. ഡോഗിൻ്റെ ഡി എന്ന അക്ഷരത്തിന് വന്നിരിക്കുന്ന സൗണ്ട് ഡ എന്നാണ്. രണ്ടാമത്തെ വാക്ക് ഡോളിൻ്റെ വാക്കിലും ഡിയുടെ ശബ്ദം വന്നിരിക്കുന്നത് ഡ എന്നാണ്. മൂന്നാമത്തെ വാക്ക് ഡാമിൻ്റെ ഡി എന്ന അക്ഷരത്തിന് വന്നിരിക്കുന്ന ശബ്ദം ഡ എന്ന് തന്നെയാണ്. അപ്പം ഡി എന്ന അക്ഷരത്തിന് ഡ എന്ന സൗണ്ടാണ് ഉള്ളത്. അടുത്ത അക്ഷരം ഇ വെച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എലിഫൻറ്റ്, എലഗൻറ്റ്, ഇനഫ്. അപ്പം ആദ്യത്തെ വാക്ക് എലിഫൻറ്റിൻ്റെ ഇയുടെ സൗണ്ട് വന്നിരിക്കുന്നത് എ എന്നാണ്. എലിഫൻറ്റ്, എ. രണ്ടാമത്തെ വേർഡ് എലഗൻറ്റിനും ഇയുടെ സൗണ്ട് വന്നിരിക്കുന്നത് എ എന്നാണ്. മൂന്നാമത്തെ വാക്ക് ഇനഫിന് ഇയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ഇ എന്നാണ്. അപ്പം ഇ എന്ന അക്ഷരത്തിന് 2 സൗണ്ടാണുള്ളത്, എ, ഇ. ഈ 2 സൗണ്ടാണ് ഇ എന്ന അക്ഷരത്തിനുള്ളത്. അടുത്ത അക്ഷരം എഫ് വെച്ച് ഞാൻ കൊടുത്തിരിക്കുന്ന 3 വാക്കുകൾ ഫാൻ, ഫ്ലാറ്റ്, ഫാം. അല്ലെ, ഫാനിൽ എഫിൻ്റെ സൗണ്ട് ഫ എന്നാണ് അല്ലേ. രണ്ടാമത്തെ വാക്ക് ഫ്ലാറ്റിനും എഫിൻ്റെ സൗണ്ട് ഫ എന്നാണ് വന്നിരിക്കുന്നത്. ഫാമിലും എഫിൻ്റെ സൗണ്ട് ഫ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം എഫ് എന്ന അക്ഷരത്തിന് ഒരു സൗണ്ടേ ഉള്ളൂ, ഫ എന്ന സൗണ്ട്. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ജി വെച്ച് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല, ജിറാഫ്, ജിജാൻറ്റിക്. അതിൽ ഗൊറില്ല എന്ന വാക്കിൽ ജിയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ഗ എന്നാണ്. ഗ എന്നാണ് ഗൊറില്ല എന്ന വാക്കിൽ ജിയുടെ സൗണ്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് ജിറാഫിൽ ജിയുടെ സൗണ്ട് ജ എന്നാണ്. ജിറാഫ്, ജ. മൂന്നാമത്തെ വാക്ക് ജിജാൻറ്റിക്കിലും ജിയുടെ സൗണ്ട് ജ എന്നാണ്. അപ്പം ജിക്ക് ഏതൊക്കെ സൗണ്ട് ഉണ്ട്? ജി എന്ന അക്ഷരത്തിന് ഗ എന്നും ജ എന്നും 2 സൗണ്ടുകളാണ് ഉള്ളത്. അടുത്ത അക്ഷരം എച്ചിന് ഞാൻ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഹാറ്റ്, ഹാച്ച്, ഹാം. അതിൽ എച്ചിന് എച്ചിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് ഹ എന്നാണ്, ഹ. അപ്പം രണ്ടാമത്തെ വാക്ക് ഹാച്ചിനും എച്ചിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് ഹ എന്നാണ്. മൂന്നാമത്തെ വാക്ക് ഹാമിനും എച്ചിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് ഹ എന്നാണ്. അപ്പോൾ എച്ച് എന്ന അക്ഷരത്തിന് ഒരു സൗണ്ടേ ഉള്ളൂ,
ഹ. ഇനി അടുത്ത അക്ഷരം ഐ. ഐക്ക് ഞാൻ 3 വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഐസ്, ഐലാൻഡ്, ഇറിസ്. അതിൽ ഐസിൽ ഐയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ഐ എന്നാണ്. ഐലൻഡിലും ഐയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ഐ എന്നാണ്. ഇറിസ് എന്ന വാക്കിൽ ഐയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ഇ എന്നാണ്. അപ്പോൾ ഐ എന്ന അക്ഷരത്തിന് 2 സൗണ്ടാണുള്ളത്, ഐ എന്നും ഇ എന്നും. ഇനിയും അടുത്ത അക്ഷരം നമുക്ക് നോക്കാം. അടുത്ത അക്ഷരം ജെ. ജെക്ക് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ജഗ്, ജംഗിൾ, ജാം. അതിൽ ജഗ്ഗിന് ജെയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ജ എന്നാണ്. ജംഗിളിലും ജെയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ജ എന്നാണ്. ജാമിലും ജെയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ജ എന്ന് തന്നെയാണ്. അപ്പോൾ ജെ എന്ന അക്ഷരത്തിന് 1 സൗണ്ടേ ഉള്ളൂ, ജ എന്ന സൗണ്ട് മാത്രം. അപ്പോൾ നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. കെ. കെ എന്ന അക്ഷരത്തിന് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. കൈറ്റ്, കിങ്, കൈൻഡ്. അപ്പോൾ കെ എന്ന അക്ഷരത്തിൽ ആദ്യത്തെ വാക്ക് കൈറ്റ്. കൈറ്റിന് കെയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ക എന്നാണ്. കിങ് എന്ന വാക്കിൽ കെയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ക എന്ന് തന്നെയാണ്. കൈൻഡിലും കെയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ക എന്ന് തന്നെയാണ്. അപ്പോൾ കെ എന്ന അക്ഷരത്തിന് 1 സൗണ്ടേ ഉള്ളൂ. എന്താണ്? ക എന്ന സൗണ്ട്. ഓക്കെ. ഇനി അടുത്ത അക്ഷരം നോക്കാം. എൽ. എന്ന അക്ഷരത്തിന് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലയൺ, ലൈറ്റ്, ലൈം. അതിൽ ആദ്യത്തെ വാക്ക് ലയൺ. അപ്പോൾ ലയൺ എന്ന വാക്കിൽ ആദ്യത്തെ അക്ഷരം എൽ അല്ലേ. അപ്പോൾ എല്ലിൻ്റെ സൗണ്ട് എന്താണ് വന്നിരിക്കുന്നത്? ല എന്ന്. ലൈറ്റ് എന്ന വാക്കിലും എല്ലിൻ്റെ സൗണ്ട് ല എന്ന് തന്നെയാണ്. ലൈമിലും എല്ലിൻ്റെ സൗണ്ട് ല എന്നാണ്. അപ്പം എൽ എന്ന അക്ഷരത്തിന് 1 സൗണ്ടേ ഉള്ളൂ. എന്താണ്? ല എന്ന സൗണ്ട്. അടുത്ത അക്ഷരം നോക്കാം. എം. എമ്മിന് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മിലൻ, മാംഗോ, മാറ്റ്. അതിൽ ആദ്യത്തെ വാക്ക് മിലൻ. മിലനിലെ ആദ്യത്തെ അക്ഷരം എം. എമ്മിൻ്റെ ശബ്ദം വന്നിരിക്കുന്നത് മ എന്നാണ്. മാംഗോയിലും എമ്മിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് മ എന്നാണ്. മാറ്റിലും എമ്മിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് മ എന്നാണ്. അപ്പോൾ എം എന്ന അക്ഷരത്തിന് 1 ശബ്ദമേ ഉള്ളൂ. എന്താണ്? മ എന്ന ശബ്ദം. അടുത്ത അക്ഷരം എൻ ആണ്. എൻ നമുക്ക് നോക്കാം. എൻ. വെച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നെസ്റ്റ്, നെറ്റ്, നെസ്. അതിൽ നെസ്റ്റിലെ എന്നിൻ്റെ സൗണ്ട് എന്താണ്? ന. നെറ്റിലും എന്നിൻ്റെ സൗണ്ട് എന്താണ്? ന. നേഴ്സിലും എന്നിൻ്റെ സൗണ്ട് എന്താണ്? ന. അപ്പോൾ എൻ എന്ന സൗണ്ടിന് ഒരു സൗണ്ടേ ഉള്ളൂ. അത് ഏതാണ്? ന എന്ന സൗണ്ട്. അപ്പം അതിന് വേറെ സൗണ്ടുകൾ വരുന്നത് മറ്റക്ഷരങ്ങൾ കൂടുമ്പോഴാണ്. ഓക്കെ. ഇനി അടുത്ത അക്ഷരം നോക്കാം. ഓ. ഓ വെച്ച് ഞാൻ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഔട്ട്, ഓറഞ്ച്, ഊപ്സ്, ഔള്. ഓക്കെ. ഔട്ടിൽ ഓ എന്ന അക്ഷരത്തിന് വന്നിരിക്കുന്ന സൗണ്ട് ഏതാണ്? ആ എന്നാണ്. ഓറഞ്ചിലും ഓയുടെ സൗണ്ട് വന്നിരിക്കുന്നത് എന്താണ്? ഓ എന്നാണ്. ഊപ്സ് എന്ന വാക്കിൽ ഓയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ഊ എന്നാണ്. ഔളിൽ ഓയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ആ എന്നാണ്. അപ്പോൾ ഓ എന്ന അക്ഷരത്തിന് 3 ശബ്ദമാണുള്ളത്. ആ, ഓ, ഉ. അടുത്ത അക്ഷരം നമുക്ക് നോക്കാം. അടുത്ത അക്ഷരം പി. പി വെച്ച് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിഗ്, പെൻ, പെറ്റ്. അതിൽ പിഗിൻ്റെ പി എന്ന അക്ഷരത്തിന് വന്നിരിക്കുന്ന സൗണ്ട് പ എന്ന്. പെൻ എന്ന വാക്കിലും പിയുടെ സൗണ്ട് വന്നിരിക്കുന്നത് പ എന്ന്. പെറ്റിലും പിയുടെ സൗണ്ട് വന്നിരിക്കുന്നത് പ എന്നാണ്. അപ്പം പി എന്ന അക്ഷരത്തിന് 1 സൗണ്ടാണുള്ളത്, പ എന്ന്. അപ്പം അതിൻ്റെ സൗണ്ട് മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ മറ്റക്ഷരങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ശബ്ദം മാറുന്നത്. അടുത്ത വാക്ക് നോക്കാം. അടുത്ത അക്ഷരം നോക്കാം. ക്യൂ. ക്യൂ വെച്ച് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ക്യൂൻ, ക്യൂബ്, ക്വിറ്റ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം. ക്യൂൻ എന്ന വാക്കിൽ ക്യൂന് വന്നിരിക്കുന്ന സൗണ്ട് ക്വ് എന്നാണ്. ക്യൂബിലും ക്യൂയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ക്വ എന്നാണ്. ക്വിറ്റിലും ക്യൂയുടെ സൗണ്ട് വന്നിരിക്കുന്നത് ക്വ എന്നാണ്. അപ്പോൾ ക്യൂ എന്ന അക്ഷരത്തിന് 1 ശബ്ദമേ ഉള്ളൂ. എന്താണ്? ക്വ എന്ന്. ഓക്കെ. അടുത്ത അക്ഷരം നോക്കാം. ആറ്. ആറ് വെച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. റെസ്റ്റ്, റോസ്, റോം. അതിലെ ആദ്യത്തെ വാക്ക് റെസ്റ്റ്. റെസ്റ്റിൽ ആറിൻ്റെ ശബ്ദം വന്നിരിക്കുന്നത് റ എന്നാണ്. റോസിലും ആറിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് റ എന്നാണ്.
റോമിലും ആറിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് റ എന്നാണ്. അപ്പോൾ ആർ എന്ന അക്ഷരത്തിന് ഒരു ശബ്ദമേ ഉള്ളൂ. എന്താണ്? റ. റ എന്ന ശബ്ദമേ ഉള്ളൂ ആറിന്. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. എസ്. എസ് വെച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാമ്പ്, സെറ്റ്, സ്മാർട്ട്. അതിൽ സ്റ്റാമ്പ് എന്ന വാക്കിൽ എസിൻ്റെ സൗണ്ട് സ എന്നാണ്. സെറ്റ് എന്ന വാക്കിലും എസിൻ്റെ സൗണ്ട് സ എന്നാണ്. സ്മാർട്ട് എന്ന വാക്കിലും എസിൻ്റെ സൗണ്ട് സ എന്നാണ്. അപ്പോൾ എസ് എന്ന അക്ഷരത്തിന് ഒരു സൗണ്ടേ ഉള്ളൂ, സ. അടുത്ത അക്ഷരം നോക്കാം നമുക്ക്. അടുത്ത അക്ഷരം ടി. ടി വെച്ച് ഞാൻ 3 വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ടി, ടൈം, ടൈഗർ. അതിൽ ടി എന്ന വാക്കിൽ ടിയുടെ സൗണ്ട് ട് എന്നാണ്. ടൈം എന്ന വാക്കിൽ ടിയുടെ സൗണ്ട് ട് എന്നാണ്. ടൈഗർ എന്ന വാക്കിലും ടിയുടെ സൗണ്ട് ട് എന്നാണ്. അപ്പോൾ ടി എന്ന അക്ഷരത്തിന് ഒരു സൗണ്ടാണുള്ളത്, ട് എന്ന സൗണ്ട്. അടുത്ത അക്ഷരം യു. യു വെച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. യൂണിഫോം, യുറ്റൻസിൽ, അണ്ടിൽ. അതിൽ യൂണിഫോമിൽ യുവിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് യു എന്നാണ്. യൂറ്റൻസിൽസിലും യുവിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് യു എന്നാണ്. അണ്ടിൽ എന്ന വാക്കിലും യുവിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് ആ എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഊ കൊടുത്തിട്ടുണ്ട്. ഊ എന്ന് പറഞ്ഞിരിക്കുന്നത് യുവിൻ്റെ കൂടെ വരുന്നതിനാണ് ഊ എന്ന സൗണ്ടും. ഓക്കെ, ഇനി അടുത്ത അക്ഷരം നമുക്ക് നോക്കാം. വി. വി വെച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. വാൻ, വാനിഷ്, വേപ്പർ. അതിൽ വാൻ എന്ന വാക്കിൽ വിയുടെ സൗണ്ട് വന്നിരിക്കുന്നത് വ എന്നാണ്. വാനിഷിൽ വിയുടെ സൗണ്ട് വന്നിരിക്കുന്നത് വ എന്നാണ്. പേപ്പറിലും വിയുടെ സൗണ്ട് വന്നിരിക്കുന്നത് വ എന്നാണ്. അപ്പം വി എന്ന അക്ഷരത്തിന് ഒരു ശബ്ദമേ ഉള്ളൂ. എന്താണ്? വ. നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ഡബ്ല്യു. ഡബ്ല്യു വെച്ച് ഞാൻ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. വാച്ച്, വാം, വെറ്റ്. അതിൽ വാച്ചിൽ ഡബ്ല്യൂയുടെ സൗണ്ട് വന്നിരിക്കുന്നത് വ എന്നാണ്. വാമിലും ഡബ്ല്യുവിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് വ എന്നാണ്. വെറ്റിലും ഡബ്ല്യുവിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് വ എന്നാണ്. അപ്പോൾ ഡബ്ല്യു എന്ന അക്ഷരത്തിന് ഒരു പ്രൊണൗൺസിയേഷനേ ഉള്ളൂ. എന്താണ്? വ. വ എന്ന പ്രൊണൗൺസിയേഷനാണ് ഡബ്ല്യു എന്ന അക്ഷരത്തിനുള്ളത്. അടുത്ത അക്ഷരം നോക്കാം. എക്സ്. എക്സ്. എക്സ് വെച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സെറിക്, സെനോൺ, എക്സ്റേ. അപ്പം എക്സ് എന്ന അക്ഷരം ഈ 3 വാക്കുകളും ഇപ്പോൾ സെറിക്കിൽ എക്സിൻ്റെ സൗണ്ട് സ എന്നാണ്. സെനോണിലും എക്സിൻ്റെ സൗണ്ട് സ എന്നാണ്. എക്സ്റേയിലും എക്സിൻ്റെ സൗണ്ട് സ. ഇങ്ങനെ കായും സയും വരുന്ന ഒരു സൗണ്ടാണ്, സ എന്ന സൗണ്ടാണ്. അപ്പം എക്സിന് ഒരു സൗണ്ടേ ഉള്ളൂ, സ എന്ന സൗണ്ട്. അടുത്ത അക്ഷരം നോക്കാം. വൈ. വൈ വെച്ച് 2 വാക്കുകൾ കൊടുത്തോണ്ട്. യാക്ക്, യാം. അതിൽ യാക്കിൽ വൈയുടെ സൗണ്ട് വന്നിരിക്കുന്നത് യ എന്നാണ്. യാം എന്ന വാക്കിൽ വൈയുടെ സൗണ്ട് വന്നിരിക്കുന്നത് യ എന്നാണ്. അപ്പോൾ വൈ എന്ന അക്ഷരത്തിന് ഒരു സൗണ്ടേ ഉള്ളൂ, യ എന്ന സൗണ്ട്. ലാസ്റ്റ് അക്ഷരം ഇസഡ്. ഇസഡ് വെച്ച് 2 വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. സിപ്പ്, സീബ്ര. അതിൻ്റെ സിപ്പിൽ ഇസഡിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് സ എന്നാണ്. സീബ്രയിലും ഇസഡിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നത് സ എന്നാണ്. അപ്പോൾ ഇസഡ് എന്ന അക്ഷരത്തിന് ഒരു സൗണ്ടേ ഉള്ളൂ, സ. ഓക്കെ, ഞാനിപ്പം കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആദ്യത്തേത് ഏതാണ്? ബി എ. അതെങ്ങനെ നമ്മൾ വായിക്കും? ബിക്ക് നമ്മൾ എന്താണ് പ്രൊനൗൺസിയേഷൻ? ബ എന്നാണ് അല്ലേ. എക്കോ ആ എന്ന്. അപ്പോൾ ചേർത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? ബാ, ബാ എന്ന് വായിക്കും. രണ്ടാമത്തെ ഇത് ഏതാണ്? സി എ. സിയുടെ പ്രൊനൗൺസിയേഷൻ ഏതാണ്? ക എന്ന്. എയുടെയോ ആ. അപ്പോൾ അതെങ്ങനെ വായിക്കും? കാ എന്ന് വായിക്കും. അടുത്തത് ഡി ഇ. ഡിയുടെ എന്താണ്? ഡ. ഇയുടെയോ എ. ഇപ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? ഡേ എന്ന് വായിക്കും. അടുത്തത് എം ഐ. എമ്മിൻ്റെ ഏതാണ്? മ. ഐയുടെയോ ഇ. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? മീ എങ്ങനെ വായിക്കും. അടുത്തത് ജെ ഒ. ജെയുടെ ഏതാണ്? ജ. ഓയുടെയോ ഓ. അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ ജോ. എന്നിൻ്റെ ന. യുടെ യു. അപ്പം നു. അടുത്തത് ജി ഒ. ജിയുടെ എങ്ങനെയാണ്? ഗ. ഓയുടെയോ ഓ. അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ ഗോ എന്ന് വായിക്കും. കെ യു. കെയുടെ എങ്ങനെയാണ്? ക. യുടെയോ ഉ. അപ്പോൾ രണ്ടോട് ചേർത്ത് വായിക്കുമ്പം കു.
അങ്ങനെ 2 അക്ഷരങ്ങൾ വെച്ചുള്ളത് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതെങ്ങനെയാണ് വരുന്നതെന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ഞാൻ 3 അക്ഷരങ്ങൾ വരുന്നത് കുറച്ച് വാക്കുകൾ കാണിക്കാം. ഓക്കെ, ഞാനിവിടെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് CAR. സി എങ്ങനെയാണ്? ക. എയോ? ആ. ആറ് റ്. അപ്പം CA എങ്ങനെ വായിക്കും? ക. കൂടെ ആറൂടെ വന്നാൽ റ് എന്നല്ലേ ആറിൻ്റെ സൗണ്ട്. അപ്പം കാർ. രണ്ടാമത്തെ വാക്ക് GLA. ജി എങ്ങനെ വായിക്കുന്നത്? ഗ. എല്ലോ? ല. എയോ? ആ. അപ്പം ജിയും എല്ലൂടെ ഒരുമിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? ഗ്ല എന്ന് വായിക്കും അല്ലേ. അപ്പം കൂടെ എയുടെ വന്നാൽ ഗ്ല. അടുത്തത് SWA. എസ് എങ്ങനെ? സ്. W വ. എ ആ. അപ്പം സ്വ എന്ന് SW വായിക്കും. എയുടെ വന്നാൽ സ്വ എന്ന് വായിക്കും. അടുത്ത SMO. എസ് സെ, എം മ, ഓ തന്നെ. അപ്പം സ്മോ എന്ന് വായിക്കും. അപ്പം സ്മോ. സ വന്നു, മോ. എം വന്നു, മോ. ഓയും വന്നു. ഇങ്ങനെയാണ് നമ്മൾ വാക്കുകൾ വായിക്കുന്നത്. അപ്പം എല്ലാ അക്ഷരത്തിനും പ്രൊണൗൺസിയേഷൻ അറിയാമെങ്കിൽ ബാക്കി നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നഴ്സറി മുതൽ ഉയർന്ന ക്ലാസ്സുകളിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കുട്ടികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. മാക്സിമം ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും എന്നെ സഹായിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.